നമുക്കിന്ന് നാവിൽ കൊതിയൂറുന്ന രീതിയിൽ നല്ല അടിപൊളി രുചിയിൽ നല്ലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. ഇതിന് നമുക്ക് സവാള വഴറ്റുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട. നല്ല അടിപൊളി രുചി, വളരെ എളുപ്പത്തിലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ, മസാലകളെല്ലാം കുറച്ച് വളരെ എളുപ്പത്തിൽ ആവശ്യത്തിന് മാത്രം മസാല മാത്രം ചേർത്തിട്ടുള്ള നല്ലൊരു രുചിയുള്ള പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ ചോറിനൊപ്പം എങ്ങനെയാണോ കഴിക്കാം. പാലപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും സെറ്റാണ്. ഇൻഷാല്ലാ ഞാൻ അതിന് വേണ്ടിയിട്ട് സവാള നമ്മുടെ എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് മൊരിച്ചെടുക്കുകയാണ്. എണ്ണ ഒന്നും ചേർക്കാത്ത രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. നമ്മൾ എണ്ണയിലാണെങ്കിൽ വറുത്ത് കോരണമല്ലോ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 15 മിനിറ്റ് വേണ്ട, അപ്പോൾ ഒരു 10 മിനിറ്റ് ആവുന്ന മുമ്പ് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അത് ഒന്ന് എയർ ഫ്രയറിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല റെസിപ്പികൾ ഞാൻ ഇനിയും ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് ഇപ്പോൾ തോന്നിനെ നോക്കി നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെറിയ കട്ടികൾ ഈ രീതിയിലൊന്ന് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് എയർ ഫ്രയർ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് അല്പം എണ്ണ ഒഴിച്ച് പൊരിച്ച് വറുത്ത് കോരിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എണ്ണയുടെ ആവശ്യം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം. ഇതേ രീതിയിൽ ചെയ്താൽ മതി. ഓവനുള്ളവർക്ക് ഓവനിൽ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പക്ഷേ ഇനി നമുക്കത് വറുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 കിലോ ചിക്കനാണ്. ചിക്കനിൽ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത 2 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഇനി ചേർക്കാം. അപ്പോൾ ഞാൻ വറുത്ത് വെച്ചേക്കുന്ന, അതായത് എണ്ണയില്ലാതെ വറുത്ത് വെച്ചിരുന്ന സവാള, ഇത്ര സവാള മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊരു 2 സവാളയാണ്. അതൊന്ന് അതിലേക്ക് തന്നെ ഒന്ന് പൊടിച്ച് കൈകൊണ്ടൊന്ന് പൊടിച്ച് അതിലേക്ക് ചേർക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് മറ്റുള്ളതെല്ലാം ചേർക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത തക്കാളി, 2 തക്കാളി, ചെറുതാണെങ്കിൽ 2, വലുതാണെങ്കിൽ 1 തക്കാളി മതി. നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ബാക്കിയുള്ളതെല്ലാം ചേർത്താൽ മതി. വളരെ എളുപ്പത്തിലാണ്, നമുക്കിങ്ങനെ ചേർത്താൽ മതി. ഇതിപ്പം എണ്ണയിൽ നിന്ന് നമുക്ക് ചിക്കൻ വഴറ്റാത്ത രീതിയിലാണ് ചെയ്യുന്നത്. കാശ്മീരി മുളക് 2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും, അതായത് ഞാൻ എരിവുള്ള മുളക് ചേർക്കുന്നില്ല കേട്ടോ. അത് കുട്ടികൾക്ക്, കൊച്ചുമക്കൾക്ക് കഴിക്കുന്നത് കൊണ്ട് ഞാൻ എരിവുള്ള മുളക് ചേർത്തിട്ടില്ല. പച്ചമുളകെല്ലാം ചേർക്കുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടിയും മല്ലിയില അതെല്ലാം ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷമാണ് അടുപ്പിലോട്ട് വയ്ക്കുന്നത്. ഇത് പെരുംജീരകവും പട്ടയും എല്ലാം പൊടിച്ചതും എല്ലാം കൂടി ചേർക്കാം. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഞാൻ ഇതിൽ തന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വഴറ്റിയെടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ ആ ഒരു മസാലയെല്ലാം ഇതിൽ പിടിക്കുന്ന രീതി നന്നായിട്ട് കുഴച്ച് എടുക്കണം. കുഴച്ചതിന് ശേഷം ഇങ്ങനെ തന്നെ ഈ പാത്രത്തിൽ തന്നെ വെച്ച് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കൈകൊണ്ട് ആ ഒരു തിരുമ്മി പിടിപ്പിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എത്രത്തോളം നല്ല രീതിയിൽ മസാല ആ ചിക്കനെല്ലാം പിടിക്കുന്ന രീതിയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കുന്ന ആ ഒരിതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ അതെ ഞാൻ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഇത് ചിക്കനിൽ ഇറങ്ങി വരുന്ന ആ വെള്ളത്തിലാണ് കുക്കായി വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല മസാലയും എല്ലാം പിടിച്ചിട്ട് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ എന്ത് ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ദിവസങ്ങളായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് നാവിൽ വെള്ളം വരുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ ചിക്കൻ വാങ്ങിയാൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതായത് ലൈക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു.